ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റമദാൻ നോമ്പ് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആരംഭിക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ റമദാനിൽ ജോലിഭാരം കുറക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ സമയം നമുക്ക് ഇബാദത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്തു വെക്കുന്ന റമദാനിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റംസാന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോമ്പിന് 2 ദിവസം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ വീടൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വീടെന്നും ക്ലീൻ ചെയ്യുന്നത് തന്നെയായിരിക്കും, എന്നാലും 2 ദിവസം മുമ്പ് നമുക്ക് ജനലിലുള്ള പൊടികളൊക്കെ തട്ടിയതിന് ശേഷം കർട്ടനൊക്കെ ഒന്ന് അലക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ബെഡ്ഷീറ്റൊക്കെ അലക്കാനിട്ടിട്ട് പുതിയത് വിരിച്ചു വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിച്ച് തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെയൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നോമ്പ് നോറ്റിട്ട് ഇങ്ങനെയുള്ള ജോലികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കൊടും വേനലുമാണ്. അപ്പോൾ ഈ ജോലി ഭാരമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ഇതുപോലെ വീടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് നോമ്പ് കാലത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ നോമ്പിന് ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കുന്ന കാര്യം ഇതാണ്. പിന്നെ നോമ്പിന് ഫുഡുകളൊന്നും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലും ഫ്രീസറിലൊന്നും സൂക്ഷിക്കുക, അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം എനിക്കായാലും ഹസ്ബൻഡിനായാലും ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്കിഷ്ടം. എന്നാലും ചില മസാലകളൊക്കെ ഉണ്ടാക്കി, സ്നാക്കുകൾക്കുള്ള മസാലകളൊക്കെ ഉണ്ടാക്കി വെക്കും. അതുപോലെ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും. പക്ഷേ ഫുഡുകളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറില്ല. പിന്നെ നമ്മൾ 1 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിലായാലും അല്ലാതെ അരിയും സാധനങ്ങളൊക്കെ ആയാലും 1 മാസത്തേക്കുള്ള സാധനങ്ങൾ മുന്നേ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെക്കും. കാരണം നോമ്പൊന്നും നോറ്റിട്ട് നമുക്ക് കടയിലൊന്നും പോയിട്ട് വെയിലിന് കടയിലൊന്നും പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബീഫായാലും ചിക്കനായാലും ഫിഷായാലും ഒക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് അന്നേക്കുള്ളത് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഐസൊക്കെ മെൽറ്റാക്കി വീണ്ടും ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കാമെന്നൊക്കെ വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഓരോ പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നമുക്ക് ജോലിഭാരം ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ജോലിയായിട്ട് തോന്നുന്നത്, കിച്ചണിൽ തോന്നുന്നത് ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ചെയ്യലാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയൊക്കെ കളയാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പണിയുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒഴിവ് ദിവസം കിട്ടുമ്പോൾ, നോമ്പിന് മുമ്പ് ഒഴിവ് ദിവസം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ക്ലീനാക്കി തരും. അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറികൾക്കായാലും സ്നാക്ക് ഉണ്ടാക്കാനായാലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി തീർത്തെടുക്കാൻ പറ്റും. വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പുറം തൊലി കളഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയിലോട്ട് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമോളം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ട്. അതുപോലെ 250 ഗ്രാം ഇഞ്ചിയും ഞാൻ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി അരമണിക്കൂറിന് ശേഷം ഞാൻ വെയിലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാ തൊലികളും പോയിട്ട് വെളുത്തുള്ളി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. വെയിലത്ത് വെച്ചെന്ന് വെച്ചിട്ട് വെളുത്തുള്ളിക്ക് ഒന്നും പറ്റില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. തൊലി മാത്രമേ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒന്ന് പാറ്റിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ തൊലിയും പോയി കിട്ടും. അപ്പോൾ കൂടുതൽ വെളുത്തുള്ളിയൊക്കെ തൊലിക്കുന്ന ടൈമിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കഴുകിയെടുക്കുമല്ലോ നമ്മൾ.
അപ്പോൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളം തുടച്ച് കളയണം. അതുപോലെ ഇട്ട് വെക്കുന്ന പാത്രത്തിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തെടുക്കുന്ന ജോലി എന്ന് വെച്ചാൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പാക്കറ്റിലുള്ള മസാലപ്പൊടികളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പെരുംജീരകം പൊടിച്ചത്, അതുപോലെ കുരുമുളക് പൊടി, ജീരകം പൊടി, പിന്നെ അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഗരം മസാല പൗഡർ, ഇങ്ങനെയുള്ള പൗഡറുകളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസമൊക്കെ ഒരു കേടും കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പിന്നീട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് നോമ്പ് സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ അയ്യോ ജീരകം പൊടിച്ചത് ഇല്ലല്ലോ, അല്ലെങ്കിൽ പരിജീരകം പൊടിച്ചത് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ആ സമയത്ത് കുറച്ചെടുത്തിട്ട് പൊടിക്കാമെന്നൊക്കെ വെച്ചാൽ വെറുതെ ടൈം വേസ്റ്റ് ആക്കലാണ്. അപ്പോൾ ഇതൊക്കെ നോമ്പിന് തലേ ദിവസമോ 2 ദിവസം മുമ്പോ ഇല്ലെങ്കിൽ ഒരാഴ്ച മുമ്പായാലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികൾ തീർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ പൊടിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ നമുക്കൊരു 2-3 മാസം വരെയൊക്കെ ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുരുമുളക് പൊടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിലുള്ളത് വാങ്ങുമ്പോൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. അതും നല്ല പ്യുവറായിട്ടുള്ള പൗഡറൊന്നും ആയിരിക്കില്ല. കെമിക്കൽസൊക്കെ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും. കേടായി പോകുന്നത് കാരണം അവരെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫ്രഷായിട്ട് കഴുകിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രഷായിട്ടുള്ള പൊടികൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജീരകം പൊടിച്ചതായാലും പെരുംജീരകം പൊടിച്ചതായാലും അതുപോലെ ചില്ലി ഫ്ലേക്സ് ആയാലും കുരുമുളക് പൊടിയായാലും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ കാലം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഞാനിതൊക്കെ കഴുകിയെടുത്തതാണ്. കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. എന്നാലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെരുംജീരകവും ജീരകവും കുരുമുളകും അതുപോലെ ചുവന്ന മുളകും ഒക്കെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഗരം മസാല പൗഡറാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഗരം മസാല പൗഡർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് ഒരു ചെറിയ പാത്രത്തിൽ എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്കൊരു 6 മാസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറൊന്ന് വറുത്ത് തിരക്കിയിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 കിലോ 2 കിലോ ഒക്കെ ചെറുപയർ നമ്മൾ ഇതുപോലെ വറുത്ത് തിരക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് കാലത്ത് അധികം പേരും ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചെറുപയർ വെച്ചിട്ട് കറി ഉണ്ടാക്കാറുണ്ട്, പായസം ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. കടയിൽ നിന്ന് ചെറുപയർ പരിപ്പ് വലിയ കാശ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കാണ്ട് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറുപയർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെറുപയറാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നമ്മൾ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വറുത്തെടുക്കുക. കണ്ടല്ലോ, ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈം വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ കുറേ സമയത്ത് അടിക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോകും. ജസ്റ്റ് 1 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇതുപോലെ നമുക്ക് ചെറുപയറൊക്കെ പകുതി പകുതിയായിട്ട് കിട്ടും. ഈ ടൈമിൽ നമുക്കിതൊരു മുറത്തിലോട്ട് ഇട്ട് കൊടുക്കാം. മുറം അറിയായിരിക്കുമല്ലോ, പാറ്റിയെടുക്കുന്ന സാധനം. നിങ്ങളെന്താ പറയലെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ മുറം എന്നാണ് പറയൽ.
അപ്പോൾ അതിലോട്ട് ഞാൻ മുഴുവൻ ചെറുപയർ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പാറ്റിയിട്ട് കളയണം. മുറ്റത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് പാറ്റിയിട്ട് വരാം. കാരണം അകത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറുമ്പ് വരും. അപ്പോൾ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് പാറ്റി എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ചെറുപയറിൻ്റെ തൊലികളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മിക്സിയിൽ തരക്കിയെടുത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് എൻ്റെ ഉമ്മയൊക്കെ അമ്മിയുടെ കുട്ടി വെച്ചിട്ടാണ് തരക്കിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അമ്മിയുടെ കുട്ടി വെച്ചിട്ട് തരക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉരലുണ്ടാവുമല്ലോ, ഉരലിട്ടിട്ട് ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ തൊലിയും പോയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയർ പരിപ്പ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ വീട്ടിൽ അമ്മിയും കുട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് തരക്കിയെടുക്കുന്നത്. എൻ്റെ ഉമ്മയൊക്കെ ഇപ്പോഴും അമ്മിയിലിട്ടിട്ടാണ് തരക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം മസാലകളും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. വറുത്ത് വെച്ച മസാലകളൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. ആദ്യമായിട്ട് ഞാൻ പെരുംജീരകമാണ് പൊടിച്ചെടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കണം, ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. കാരണം നമ്മൾ വറുത്തെടുത്തതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. പൊടിച്ചെടുത്ത പൊടികൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിലോട്ട് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ നഷ്ടമാവും. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ട് തന്നെ മാറ്റുകയാണ്. എൻ്റെ പൊടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് 6 മാസമൊക്കെ ഇത് തന്നെ മതിയാവും. ഏകദേശം ഞാൻ വർഷത്തിൽ 2 തവണ മാത്രമാണ് ഇങ്ങനെയുള്ള മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കുന്നത്. അതിനിടയിൽ എനിക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നത് ഏലക്കാപ്പൊടി മാത്രമാണ്. അത് നമ്മൾ അധികം എടുക്കുമല്ലോ, അത് മാത്രമല്ല അത് കുറച്ചല്ല നമ്മൾ പൊടിച്ചെടുക്കുള്ളൂ. അത് കാരണം ഒരു 3-4 പ്രാവശ്യം പൊടിച്ചെടുക്കേണ്ടി വരും. ബാക്കിയുള്ള എല്ലാ മസാലപ്പൊടികളും എനിക്ക് വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പെരുംജീരകവും ജീരകവും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ സാധാരണയായിട്ട് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. ഇട്ടിട്ട് അടച്ചു വെക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോവും. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടിച്ചെടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ മിക്സിയുടെ ജാറ് നന്നായിട്ടൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കളയുക. ഇല്ലെങ്കിൽ ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ കുരുമുളകിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഴുകുമ്പോൾ നനവ് തട്ടും. അതുകൊണ്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അതിനുശേഷം കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. കുരുമുളക് പൊടിയും ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഒരു 3-4 മാസക്കാലമൊക്കെ നമുക്കിത് പുറത്ത് തന്നെ വെക്കാൻ പറ്റും. ഇനി ഞാൻ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, അതുപോലെ ജാതിപത്രി, അതുപോലെ പോപ്പി സീഡ് ഉണ്ടല്ലോ, വെളുത്ത കസ്കസ്, അത്, ജീരകം, പെരുംജീരകം ഒക്കെ ജാതിക്ക, ഇതൊക്കെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഗരം മസാല പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇത് പുതുതായിട്ടുള്ളൊരു പാത്രത്തിലോട്ടാണ് ഞാൻ മാറ്റുന്നത്. കാരണം എൻ്റെ പാത്രത്തിൽ ഓൾറെഡി ഞാൻ പൊടിച്ചത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ വെച്ചു. ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് തീർന്നതിന് ശേഷം മാത്രമേ ഞാനിത് പുറത്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് മാറ്റുന്നത്. അതുകൊണ്ടാണ് വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്.
ബാക്കിയുള്ള ഇട്ട് കൊടുക്കുന്ന എല്ലാ പാത്രവും സെയിം പാത്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തായിട്ട് ഞാനൊരു ടാപ്പിൽ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സാധനത്തിൻ്റെയും ഷോർട്ട് നെയിം എഴുതി വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമല്ലോ. അല്ലാതെ എല്ലാം ഒരുപോലുള്ള പാത്രമാകുമ്പോൾ നമുക്ക് ഏതാണ് പെപ്പർ പൗഡർ, ഏതാണ് പെരുംജീരകം പൊടിച്ചതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. തുറന്ന് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വായിച്ചിട്ട് നമുക്ക് സാധനം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെ പുറം വശത്തും ഞാനൊരു പേപ്പറിൽ പേരെഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിലൊക്കെ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം ഇനി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ച് മസാലകളാണ്. നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫിൻ്റെയും അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ കുറച്ച് പൊട്ടാറ്റോ മസാലയാണ് തയ്യാറാക്കി വെക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിന് ഓരോ ദിവസവും വൈകിട്ട് എന്ത് സ്നാക്കാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മസാല ഉണ്ടാക്കാനാണല്ലോ നമുക്ക് കുറച്ചെങ്കിലും സമയം വേണ്ടി വരിക. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ലാഭിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചിക്കൻ മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മസാലകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം ഞാൻ നോമ്പിന് സ്നാക്ക് റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ മസാല ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഇതുപോലെ 3 മസാലകളും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 70% സ്നാക്കുകളും ഈ 3 മസാലകൾ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 മസാലകളും തയ്യാറാക്കി വെക്കുന്നത്. പിന്നെ എഗ്ഗിൻ്റെ മസാല നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കരുത്. എഗ്ഗ് അധിക സമയം പുഴുങ്ങിയ എഗ്ഗ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഫ്രഷായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ 3 മസാലകളും നമ്മൾ കുറേശ്ശെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. നമ്മളെന്നും ഒരേ സ്നാക്കല്ലല്ലോ ഉണ്ടാക്കുക, ഓരോ മസാല വെച്ചിട്ടാണല്ലോ സ്നാക്കുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് തന്നെ ഒരു 2 ആഴ്ചത്തേക്ക് നമുക്ക് മതിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ബീഫിൻ്റെ മസാലയും കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കുറച്ച് മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോമ്പിന് മുന്നോടിയായിട്ട് ചെയ്തു വെക്കുന്നത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോമ്പിന് ജോലിഭാരം ഒരു 60% ലാഭിക്കാൻ പറ്റും. അത്രയും ടൈം നമുക്ക് ലാഭിച്ചെടുക്കാം. പിന്നെ എനിക്ക് മുളക്, മല്ലി, ഒറോട്ടിക്കുള്ള അരി ഇവ പൊടിച്ചെടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ കഴുകിയിട്ട് വെയിലിൽ ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പൊടിച്ചെടുക്കും. അരിപ്പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. കണ്ണൂരിൻ്റെ ഫേവറേറ്റ് ഫുഡാണല്ലോ ഒറോട്ടി. നോമ്പിന് ഒറോട്ടി ഇല്ലാതെ നോമ്പ് തുറ ഇല്ലെന്നാണ്. അപ്പോൾ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ഞാൻ ചെയ്യുന്ന റംസാൻ റെസിപ്പികൾക്കായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് റംസാൻ മുബാറക്. താങ്ക്